നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഗ്രേപ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ധാരാളം എൻജിനീയേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലുകളെ ഇംപ്ലിമെൻറ്റേഷന് സഹായിക്കാറുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ശരത്തിനെയൊക്കെ പലപ്പോഴും മെഡിസിൻ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് അത് മാനേജ് ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് തരുന്നതിൽ ധാരാളമായിട്ട് കണ്ടാവും. ഇപ്പോൾ വർഷങ്ങളായിട്ട് ശരത്ത് ഒക്കെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ട് ഓഫീസിൽ വരുമ്പം പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ മെറ്റീരിയൽസ് മാനേജ് ചെയ്യുന്നതിൽ പലപ്പോഴും ഹോസ്പിറ്റലുകൾക്ക് കൃത്യമായ ഒരു പാറ്റേൺ ഇല്ലായ്മ കൊണ്ട് പ്രോഡക്റ്റുകൾ നശിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ നഷ്ടമല്ലേ എന്നൊരു കൺസേൺ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ പ്രോഡക്റ്റുകൾ ഇരുന്ന് ഡിസ്കളറൈസേഷൻ വരുന്നുണ്ടാവും, ഫിസിക്കൽ ഡാമേജ് പറ്റുന്നുണ്ടാവും, ടാമ്പർ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ പാക്കേജ് പൊട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സാധനങ്ങളെ നമുക്ക് യൂസേജിലോ ഡിസ്പെൻസിങ്ങിലോ പിന്നീട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു ലോസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്കൊരു മെക്കാനിസം ഉണ്ടാവണം ആ പ്രോഡക്റ്റുകളുടെ മെഡിക്കൽ സപ്ലൈസിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും കണ്ടീഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട്. ആ കണ്ടീഷൻസ് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് ഒരു യൂസേജിനായിട്ട് എടുക്കേണ്ടത്, ഡിസ്പെൻസിങ്ങിനായിട്ട് എടുക്കേണ്ടത്. അത്തരത്തിൽ ഡിസ്പെൻസിങ്ങിനായിട്ട് എടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ നമ്മുടെ ക്വാളിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ഈ മെഡിക്കൽ സപ്ലൈസിൻ്റെ കാര്യത്തിലും കൺസ്യൂമേഴ്സിൻ്റെ കാര്യത്തിലും 11ാമത്തെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുമ്പോൾ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, അവസാനത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, ദെയർ ഈസ് എ മെക്കാനിസം ഇൻ പ്ലേസ് ടു വെരിഫൈ ദ കണ്ടീഷൻ ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസിന് നമുക്കൊരു മെക്കാനിസം ഉണ്ടാവണോ അതിൻ്റെ കണ്ടീഷൻ വെരിഫൈ ചെയ്യാനായിട്ട്, നല്ല കണ്ടീഷനിലാണോ, കളർ ഫെയ്ഡ് അപ്പ് ആയിട്ടുണ്ടോ, ഫിസിക്കൽ ഡാമേജ് പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ എഞ്ചിനീയേഴ്സ് പലപ്പോഴും നമ്മുടെ ഓഫീസിൽ വന്ന് എന്തുകൊണ്ടാണ് ശരത്തൊക്കെ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, അതിനകത്തൊരു പ്രധാന കാര്യം പലപ്പോഴും നമ്മളുടെ ഇത് മെറ്റീരിയൽ മാനേജ് ചെയ്യുന്നവർ അത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. അവരോട് പറഞ്ഞിട്ട് റിസൾട്ട് കാണുന്നില്ല. മാനേജറിനോട് പറയാൻ പലപ്പോഴും അവർ പറഞ്ഞാൽ ശരിയാകുമോ എന്നുള്ളൊരു ഡൗട്ട് അവർക്കുണ്ട്. അപൂർവമായിട്ട് ചില മാനേജ്മെൻറ്റ് ഇവരോട് നല്ല സൗഹൃദമുള്ള മാനേജ്മെൻറ്റിനോട് അവർ പറയാറുമുണ്ട്. സോ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ മെഡിസിൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഈ ഒരു 3ാമത്തെ ചാപ്റ്ററിൽ കൂടെ മനസ്സിലാക്കിയത്, മെഡിസിൻ വാങ്ങുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത്, അത് സപ്ലൈ ചെയ്യുന്നത്, അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ആ ഡിസ്പെൻസ് ചെയ്യുന്നത്, ഡിസ്പെൻസ് ചെയ്യപ്പെട്ട മരുന്ന് കൃത്യമായിട്ടും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒക്കെ ഓതറൈസ്ഡ് പേഴ്സൺസ് ആയിരിക്കണം. അതിന് കൃത്യമായ ഡോക്യുമെൻറ്റഡ് പ്ലാനുകൾ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്യപ്പെട്ട മരുന്നുകൾക്കുണ്ടാകുന്ന റിയാക്ഷൻസ്, അതിൻ്റെ ഗുഡ് എഫക്റ്റുകളും ബാഡ് എഫക്റ്റുകളും നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൽ വേരിയേഷൻ വരുത്തണം, മെഡിസിൻ ഡോസേജിൽ വേരിയേഷൻ വരുത്തണം. നമ്മൾ അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള അതർ ദാൻ മെഡിസിൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇംപ്ലാന്റബിൾ പ്രോസ്തസിസും മെഡിക്കൽ എക്യുപ്മെൻസും ഹാൻഡിൽ ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. 11ൽ നമ്മൾ കണ്ടു നമ്മുടെ മെഡിക്കൽ സപ്ലൈസിനെ കുറിച്ച്. സോ സമഗ്രമായ ഒരു മെഡിസിൻ ആൻഡ് അതർ പർച്ചേസ് ആൻഡ് പ്രൊക്വയർമെൻറ്റ് മെക്കാനിസം വെൽ ഡിഫൈൻഡ് ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ എന്നതാണ് MOM എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൽ കൂടെ നമ്മൾക്ക് NABHൻ്റെ 6th എഡിഷനിൽ വളരെ വ്യക്തമായ ധാരണ, ഒരുപാട് മാറ്റങ്ങളോടുകൂടി നല്ല ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ട, ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും അവിടെ ചില എഴുത്തുകളുടെ മിസ്റ്റേക്കുകളൊക്കെ കടന്നുകൂടിയിട്ടുള്ളത് ഒഴിച്ചാൽ വളരെ മനോഹരമായ എക്സ്പ്ലനേഷനാണ് നമുക്ക് ഈ ഗൈഡ് ലൈൻസിൽ കൂടെ കിട്ടുന്നത്. നമുക്ക് ഈ MOMൽ കുറിച്ച് ഉള്ള ഡൗട്ട്സുകൾ ഇതിന് ശേഷം വരുന്ന ഗ്രൂപ്പ് ഡിസ്കഷനിലേക്ക്, ഇനി നമ്മുടെ കയ്യിൽ ഒരു 45 മിനിറ്റാണ് മിച്ചമുള്ളത് ഇന്നത്തെ മീറ്റിങ്ങിൽ. നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ ഫാസ്റ്റ് ആകണം. ചെറിയൊരു ചാപ്റ്ററാണ്, എന്നാൽ വളരെ സീരിയസ് ചാപ്റ്ററാണ്. നമുക്ക് പല ഗ്രൂപ്പുകളായി തിരിയാനായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസം 150-200 പേരുടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കണക്കല്ല. നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൽ ഒരു 2000-നടുത്ത് പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്. ഈ 45 മിനിറ്റ് സ്വാഭാവികമായിട്ടും നല്ലൊരു സമയമല്ലെന്ന് എനിക്കും അറിയാം. എന്നാലും നമുക്ക് എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് സമയം വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടേണ്ടതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമ്മുടെ ടീം മീറ്റിങ്ങുകൾ പോലെ തന്നെ വളരെ വ്യക്തമായ ഡിസ്കഷനിലേക്ക് മാറാം. MOM എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ, ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡ്സിൻ്റെ പാർട്ടായിട്ട്, പേഷ്യൻ്റ് സേഫ്റ്റിയുടെ പാർട്ടായിട്ട് ദ ഹോസ്പിറ്റൽ ഷുഡ് ബി സ്റ്റാൻഡേർഡൈസ്ഡ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെ നമുക്ക് ഉപകരിക്കാൻ പറ്റും, നമ്മൾ ഈ പഠിച്ച 13 സ്റ്റാൻഡേർഡുകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്, എന്തൊക്കെയാണ് കൺഫ്യൂഷൻസ്, ഇതിനെക്കുറിച്ചുള്ള ഫർദർ ഡിസ്കഷൻസിലേക്ക് കിടക്കാം.